നമസ്കാരം, വെൽക്കം ടു യൂക്ലിഡ്സ് PSC. ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ബലം എന്ന ടോപ്പിക്കിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട്, അത് കാണാത്തവർ അത് കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൽ SCERTയിലെ പോയിൻറ്റ്സാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റ് ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതും കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന, യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അടുത്തൊരു പ്രസ്താവന, അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷമർദ്ദം എന്നും പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. അപ്പോൾ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. യൂണിറ്റ് വിസ്തീർണമുള്ള പ്രതലത്തിൽ വാതകം പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. അതുപോലെ അന്തരീക്ഷവായു യൂണിറ്റ് വിസ്തീർണത്തിൽ പ്രയോഗിക്കുന്ന ബലത്തെ അന്തരീക്ഷമർദ്ദം എന്നും പറയുന്നു. അവിടെ അത്രയും കാര്യങ്ങളുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അപ്പോൾ ആദ്യത്തെ പ്രസ്താവന, അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അടുത്തൊരു പ്രസ്താവന, ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്നത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ ഇവിടെ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ പ്രസ്താവന ശ്രദ്ധിക്കുക. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായിട്ട് ബാരോമീറ്റർ കണ്ടെത്തിയത് ടോറിസെല്ലി എന്ന ശാസ്ത്രജ്ഞനാണ്. ടോറിസെല്ലി. അതുപോലെ തന്നെ ടോറിസെല്ലിയെ കുറിച്ചൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. ഇവാഞ്ചലിസ്റ്റ് ടോറിസെല്ലി 1608 ഒക്ടോബർ 15 ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹം ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു. 1641 ഗലീലിയോടൊപ്പം പ്രവർത്തിക്കുന്നതിനായി ഫ്ലോറൻസിലേക്ക് പോയി. ഗലീലിയോയുടെ നിർദ്ദേശമനുസരിച്ച് മെർക്കുറി ഉപയോഗപ്പെടുത്തി ബാരോമീറ്ററിൻ്റെ തത്വം അദ്ദേഹം ആവിഷ്കരിച്ചു. അന്തരീക്ഷമർദ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം മൂലമാണ് ട്യൂബിലെ മെർക്കുറിയുടെ നിരപ്പ് മാറുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി. ഇതനുസരിച്ച് 1644 അദ്ദേഹം ബാരോമീറ്റർ നിർമ്മിച്ചു. അപ്പോൾ അവിടെ അത്രയും കാര്യങ്ങളുള്ളൂ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏത്? അപ്പോൾ ഒന്നാമത്തേത് സൈഫൺ, രണ്ടാമത്തേത് സ്ട്രോ, മൂന്നാമത്തേത് സ്ട്രിഞ്ച്, അതുപോലെ തന്നെ ഡ്രോപ്പർ. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ്. ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്നതാണ്. സൈഫൺ, സ്ട്രോ, സ്റ്റിറിഞ്ച്, ഡ്രോപ്പർ എന്നിവ അന്തരീക്ഷമർദ്ദം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ തത്വം വിശദീകരിച്ച ശാസ്ത്രജ്ഞനാര്? ഉത്തരം ബർണോളിയാണ്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയുന്നു. ഈ ഒരു തത്വം വിശദീകരിച്ചത് ബർണോളിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തത്വത്തെ ബർണോളിസ് തിയറി അല്ലെങ്കിൽ ബർണോളിയുടെ തത്വം എന്നൊക്കെ പറയുന്നു. വിമാനം പറന്നു വരുന്നത്, കാറുകളുടെ എയറോഡൈനാമിക്സ് ഘടന എന്നിവ ഈ ഒരു തത്വം പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് നന്നായി തന്നെ നോക്കി വയ്ക്കുക. ഇതൊന്നൊക്കെ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുണ്ടോ എന്ന് നോക്കുക. വാതകം എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭം. ഒന്നാമത്തേത് സ്ട്രോ ഉപയോഗിച്ച് വെള്ളം കുടിക്കുന്നത്. രണ്ടാമത്തേത് ബലൂൺ വീർപ്പിക്കുന്നത്. മൂന്നാമത്തേത് കാറ്റ് വീശുന്നത്. നാലാമത്തേത് നീരാവി മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലേതാണ് വാതകം എല്ലാ ഭാഗത്തേക്കും മർദ്ദം പ്രയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭം? ഉത്തരമായിട്ട് വരുന്നത് ബലൂൺ വീർപ്പിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഡാഷ്. ഉത്തരം ഭൂഗുരുത്വാകർഷണ ബലം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഭൂമിയിലുള്ള വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നില നിവർന്നതോ തല കീഴായതോ എന്ന് തീരുമാനിക്കുന്നത് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശയെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ദിശ കേന്ദ്രത്തിലേക്കാണല്ലോ. അതുകൊണ്ടാണ് ഭൂഗുരുത്വ ബലത്തിൻ്റെ ദിശ താഴേക്ക് നമുക്ക് അനുഭവപ്പെടുന്നത്. ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടേണ്ട കാരണം ഇതാണ്.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഭൂഗുരുത്വാകർഷണ ബലം ഒരു സദിശ അളവാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഭൂഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. 2. വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം കൂടുന്നു. അടുത്ത പ്രസ്താവന, വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണ ബലം കുറയുന്നു. ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഭൂഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാം? അവിടെ പ്രസ്താവന എങ്ങനെയാണ്? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. വസ്തുവിൻ്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കൂടുന്നു. മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കൂടും. അതുപോലെ വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കുറയും. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ചിട്ട് ആകർഷണബലം കുറയുകയും ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റം, വേലിയിറക്കം എന്നിവ സംഭവിക്കുന്നത് ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രഭാവം കാരണമാണ്. ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റം, വേലിയിറക്കം എന്നിവ സംഭവിക്കുന്നത് ഭൂമിയിൽ ചന്ദ്രനും സൂര്യനും പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിൻ്റെ പ്രഭാവം കാരണമാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടിയുണ്ട്. ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. ഇവയെല്ലാം ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നു. കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു. ഇവയെല്ലാം ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അടുത്തത്, ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശ്രദ്ധിക്കുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അതുപോലെ ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, വസ്തുക്കൾ തമ്മിലുള്ള അകലമാണ് ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിലും നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഒന്നുകൂടി നമുക്ക് നോക്കാം. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കുന്നു. അടുത്തൊരു പ്രസ്താവന, ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾക്കനുസൃതമായെന്ന് ന്യൂട്ടൻ നിരീക്ഷിച്ചു. അടുത്തത്, കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്രശാഖ രൂപകൽപ്പന ചെയ്തത് ഇദ്ദേഹമാണ്. അതുപോലെ ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ചലന നിയമങ്ങൾ എന്നിവ ഭൗതികശാസ്ത്ര പഠന മേഖലയിൽ വിപ്ലവങ്ങൾ വരുത്തി. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ പ്രസ്താവന ഒന്നുകൂടി നോക്കുക. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കുന്നു. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. ഓക്കെ. അതുപോലെ ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ പ്രകൃതി നിയമങ്ങൾക്കനുസൃതമായാണെന്ന് ന്യൂട്ടൻ നിരീക്ഷിച്ചു. അതുപോലെ തന്നെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്രശാഖ രൂപകൽപ്പന ചെയ്തതും ഈ ഒരു ഐസക് ന്യൂട്ടനാണ്. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ചലന നിയമങ്ങൾ എന്നിവ ഭൗതികശാസ്ത്ര ശാഖയിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഐസക് ന്യൂട്ടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ പ്രസ്താവന എങ്ങനെയാണ്? ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടെത്തലുകൾക്ക് വ്യക്തത വരുത്തിയതും ഐസക് ന്യൂട്ടനാണ്. അടുത്തൊരു പ്രസ്താവന, 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് ന്യൂട്ടനാണ്. അടുത്തൊരു പ്രസ്താവന, അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പേര് നൽകിയത്. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രസ്താവനകളും ഇതും ഒക്കെ ചേർത്ത് വെച്ച് വേണം പഠിക്കാൻ. അപ്പോൾ ഇതൊക്കെ ന്യൂട്ടനുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവന ഒന്നുകൂടി നോക്കാം. ടൈക്കോ ബ്രാഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടെത്തലുകൾക്ക് വ്യക്തത വരുത്തിയത് ഐസക് ന്യൂട്ടനാണ്. അതുപോലെ 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് പേര് നൽകിയത്.
അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, സാർവിക ഗുരുത്വാകർഷണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ ആദ്യത്തെ പ്രസ്താവന എങ്ങനെയാണ്? പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. അടുത്ത പ്രസ്താവന, ജി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നു. അടുത്തത്, ജിയുടെ മൂല്യം 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതുപോലെ ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം നന്നായി തന്നെ പഠിച്ചു വച്ചേക്കുക. സാർവിക ഗുരുത്വാകർഷണ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അപ്പോൾ പറയാൻ പോകുന്ന ഈ ഒരു പോയിന്റ് നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അതാണ് സംഭവം. F=G(m1m2/d²). അപ്പോൾ ഈ ഒരു ഇക്വേഷന് എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വയ്ക്കുക. അത് ചോദിക്കും. F=G(m1m2/d²). അത് തന്നെയാണ് ഇവിടെ ഈ ഒരു പ്രസ്താവനയായിട്ട് എഴുതിയിട്ടുള്ളതും. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ തന്നെ ജി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്നറിയപ്പെടുന്നു. അപ്പോൾ ജിയുടെ മൂല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്, ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്. ഇവിടെ ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ജിയുടെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണ്ണയിച്ചത്. അപ്പോൾ ഇവിടെ ഹെൻറി കാവൻഡിഷിനൊക്കെ എന്തായാലും നോക്കി വയ്ക്കുക. ഇത് ഇങ്ങനെ തന്നെ ചോദ്യമായിട്ട് ചോദിക്കാം. ഓക്കെ, SCRT നല്ല വെടിപ്പായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഈ ഒരു ഇക്വേഷൻ്റെ കാര്യം മറക്കണ്ട. F=G(m1m2/d²). ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, തൂവലും നാണയവും പരീക്ഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തൂവലും നാണയവും പരീക്ഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞനാണ് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ തൂവലും നാണയവും പരീക്ഷണവുമായി ബന്ധപ്പെട്ടത് ഐസക് ന്യൂട്ടനാണ്. അപ്പോൾ എന്താണ് ഈ ഒരു തൂവലും നാണയം പരീക്ഷണം? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നീളം കൂടിയ സുതാര്യ ട്യൂബിൽ ഒരു നാണയവും തൂവലും നിക്ഷേപിച്ച് ലംബമായി പിടിച്ച് പെട്ടെന്ന് തലകീഴായി നിർത്തിയപ്പോൾ നാണയം പതിച്ച് അല്പം കഴിഞ്ഞ് തൂവലെത്തുന്നതായി കാണുന്നു. ട്യൂബിനകത്തെ വായു നീക്കം ചെയ്ത് പരീക്ഷണം ആവർത്തിച്ചാൽ തൂവലും നാണയവും ഒരുമിച്ച് താഴെ എത്തുന്നതും കാണാം. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് വെച്ചോടാ. ഇതും ചോദിച്ചു കണ്ടിട്ടില്ല. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ SCRT പറയുന്നൊരു പോയിൻ്റാണ്, അത് നോക്കാം. പ്രകാശത്തിന് പോലും വിട്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണ ബലമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചു. എന്നാൽ അവയുടെ സാന്നിധ്യത്തിൻ്റെ ശരിയായ തെളിവുകൾ ലഭിച്ചത് 2017 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാനായി. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ്. സൂര്യൻ പല മടങ്ങ് മാസുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ ഗാലക്സികളുണ്ട്. അപ്പോൾ ഇവിടെ തമോഗർത്തത്തെക്കുറിച്ചാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ഒന്നുകൂടി വായിക്കാത്. പ്രകാശത്തിന് പോലും വിട്ടുപോകാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാധ്യതയെ ശക്തമായ തെളിവുകൾ ലഭിച്ചത് 2017 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിൻ്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞർക്ക് സൃഷ്ടിക്കാനായി. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ
തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ലഭ്യമാണ്. സൂര്യൻ പല മടങ്ങ് മാസമുള്ള നക്ഷത്രങ്ങളുടെ പരിണാമത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ചിലത് തമോഗർത്തങ്ങളായി മാറാൻ സാധ്യതയുണ്ട്. ഇത്തരം ധാരാളം തമോഗർത്തങ്ങൾ ഗാലക്സിയിലുണ്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, കെപ്ലറുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തത്, ഒന്നാം നിയമം, സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണത്തിലൂടെ സഞ്ചരിക്കുന്നു. രണ്ടാമത്തെ നിയമം, ഗ്രഹത്തിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയത്തിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. അതുപോലെ മൂന്നാമത്തെ നിയമം, ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് അനുപാതത്തിലായിരിക്കും. ഗണിതപരമായി r³/t² സ്ഥിരസംഖ്യ എന്ന് പറയും. അടുത്തൊരു പ്രസ്താവന, ജൊഹാൻസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൺ വിൽക്രമ നിയമം വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് കെപ്ലറുടെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. അപ്പോൾ കെപ്ലർക്ക് 3 നിയമങ്ങളുള്ളത്. അപ്പോൾ 3 നിയമങ്ങൾ, ഒന്നാമത്തെയാണ് സൂര്യൻ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം സൂര്യനെ കേന്ദ്രമാക്കിയിട്ട് ഇങ്ങനെ ദീർഘവൃത്താകൃതിയിലാണ് എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത് എന്നുള്ളത്. ഇനി അതുപോലെ രണ്ടാമത്തെ നിയമമാണ് ഗ്രഹത്തിലേക്ക് സൂര്യനിൽ നിന്നുള്ള ആരം തുല്യ സമയങ്ങളിൽ തുല്യ പരപ്പളവ് കടന്നു പോകുന്നു. ഇനി മൂന്നാമത്തെ നിയമം എങ്ങനെയാണ്? ഗ്രഹങ്ങളുടെ പരിക്രമണ സമയത്തിൻ്റെ വർഗം സൂര്യനിൽ നിന്നുള്ള അവയുടെ ശരാശരി ദൂരങ്ങളുടെ ക്യൂബിന് അനുപാതത്തിലായിരിക്കും. ഗണിതപരമായി r³/t² സ്ഥിരസംഖ്യ. അപ്പോൾ ഇതൊക്കെ ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും എഴുതാനായിട്ട് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ അടുത്തൊരു പോയിൻ്റാണ്, ജോഹന്നാസ് കെപ്ലറുടെ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട ചലന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ന്യൂട്ടൺ വിൽക്രമ വർഗ നിയമം വിശദീകരിച്ചത്. ന്യൂട്ടൺ വിൽക്രമ വർഗ നിയമം എന്ത് ചെയ്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നന്നായി വായിച്ച് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ആദ്യത്തെ പ്രസ്താവന, ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന വസ്തുവിനും ഭൂമിക്കും ഇടയിലുള്ള ആകർഷണ ബലം =Gmm/r². അടുത്ത പ്രസ്താവന, ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം, G എന്ന് പറയും. അതുപോലെ ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് സിലബസിനകത്ത് ഭൂഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഭൂഗുരുത്വം നോക്കിയിട്ടൊരു ടോപ്പിക് തന്നെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നല്ല ചോദ്യം ചോദിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ്? ഭൂമിയുടെ ഉപരിതലത്തിലിരിക്കുന്ന വസ്തുവിനും ഭൂമിക്കുമിടയിലുള്ള ആകർഷണ ബലം Gmm/r². അപ്പോൾ ഇതൊക്കെ മറന്നു പോകാത്ത രീതിയിൽ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നത് കാരണം വസ്തുക്കൾക്ക് ത്വരണം ഉണ്ടാകുന്നു. ഈ ത്വരണമാണ് ഭൂഗുരുത്വ ത്വരണം. നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ജിയുടെ വാല്യൂ 9.8 m/s² എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർത്ത് വെച്ചോളുക. അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം വസ്തുവിൻ്റെ മാസിനെ ആശ്രയിച്ചിരിക്കുന്നില്ല. അതുപോലെ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന എല്ലാ വസ്തുക്കളും ഗുരുത്വാകർഷണം മൂലമുണ്ടാകുന്ന ത്വരണം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഈ പോയിൻ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. അതുപോലെ തന്നെ വസ്തുക്കൾ തമ്മിൽ ആകർഷണ ബലമുള്ളതുപോലെ ഭൂമിയും സൂര്യനും തമ്മിലും ഭൂമിയും ചന്ദ്രനും തമ്മിലും മറ്റ് ആകാശഗോളങ്ങൾ തമ്മിലും ആകർഷണ ബലമുണ്ട്. ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലവും ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലവുമാണ്. അപ്പോൾ ഈ പോയിൻറ്റും ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ബലങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തി കൂടിയ ബലം ന്യൂക്ലിയർ ബലമാണ്. ശക്തി കൂടിയത് ന്യൂക്ലിയർ ബലം. ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലമാണ്. ശക്തി കുറഞ്ഞ ബലം ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർ നന്നായി തന്നെ ശ്രദ്ധിച്ച് വയ്ക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ,
താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്ക ബലങ്ങൾ ഏതൊക്കെ? ഒന്ന് വിസ്കസ് ബലം, വലിവ് ബലം, പ്രതല ബലം, ഘർഷണ ബലം. അപ്പോൾ ഇവയെല്ലാം സമ്പർക്ക ബലങ്ങളാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു പെശകുണ്ട്. ഇവിടെ സമ്പർക്കരഹിത ബലം എന്ന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയല്ല, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് വിസ്കസ് ബലം, വലിവ് ബലം, പ്രതല ബലം, ഘർഷണ ബലം എന്നിവ ആൻസറായിട്ട് വരുന്നത്. സമ്പർക്ക ബലമാണ് വിസ്കസ് ബലം, വലിവ് ബലം, പ്രതല ബലം, ഘർഷണ ബലം. അടുത്തൊരു ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏതൊക്കെ? ഒന്ന് ന്യൂക്ലിയർ ബലം, രണ്ട് ഗുരുത്വാകർഷണ ബലം, മൂന്നാമത്തേത് വൈദ്യുത കാന്തിക ബലം. അപ്പോൾ ഇവയെല്ലാം എന്നുള്ളത് ഉത്തരം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിനും ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സമ്പർക്കരഹിത ബലം ഏതൊക്കെയാണെന്ന് ചോദിക്കേണ്ടത്. ഇവിടെ ചോദ്യത്തിൽ സമ്പർക്ക ബലം എന്ന് കൊടുത്തിട്ടുള്ളത്, അത് കാര്യമാക്കണ്ട. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമ്പർക്കരഹിത ബലത്തിന് ഉദാഹരണങ്ങളാണ് ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. സമ്പർക്ക ബലങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കസ് ബലം, വലിവ് ബലം, പ്രതല ബലം, ഘർഷണ ബലം. സമ്പർക്ക രഹിത ബലങ്ങൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ബലം, വൈദ്യുത കാന്തിക ബലം, ഗുരുത്വാകർഷണ ബലം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ തെറ്റാതെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അടുത്തൊരു ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. അടുത്തൊരു പ്രസ്താവന, ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. അടുത്തത്, ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. അടുത്തൊരു പ്രസ്താവന, ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അതിനു ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശയിലേക്കും തുല്യ അളവിൽ ആകർഷിക്കുന്നു. അതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം 0 അപ്പോൾ ഈ ഒരു പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ശരിക്കും തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു വസ്തുവിന്മേൽ ഭൂഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് അത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴായിരിക്കും. അടുത്തത്, ഉപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം ക്രമേണ കുറയും. മുകളിലേക്ക് പോകുമ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ത് ചെയ്യും? കുറയും. അതുപോലെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും ഗുരുത്വാകർഷണ ബലം കുറയും. അതുപോലെ ഒരു വസ്തു ഭൂമിയുടെ കേന്ദ്രത്തിൽ വച്ചിരുന്നാൽ അതിനു ചുറ്റുമുള്ള ദ്രവ്യം ആ വസ്തുവിനെ എല്ലാ ദിശയിലേക്കും തുല്യ അളവിൽ എന്ത് ചെയ്യും? ആകർഷിക്കുന്നു. അതിനാൽ ഭൂകേന്ദ്രത്തിൽ പരിണിത ആകർഷണ ബലം 0 ഓക്കെ, അപ്പോൾ അത് നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇതെന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇനിയും വരും. അടുത്തൊരു ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആദ്യത്തെ പ്രസ്താവന, ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 m/s² ആണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ഇത് 9.78 m/s². രണ്ടാമത്തെ പ്രസ്താവന, ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യമായ 9.8 m/s² ആണ് ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത്, ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇവിടെ ചെറിയ ടൈപ്പിംഗ് മിസ്റ്റേക്കൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞുതരാം. ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യമാണ്, ഈ അല്ല, ജിയുടെ മൂല്യം 9.83 m/s² ആണ്. ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 m/s² ആണ്. അത് ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോൾ 9.78 m/s² ആവും. അതുപോലെ തന്നെ ഭൂപ്രതലത്തിലെ ജിയുടെ ശരാശരി മൂല്യമായ 9.8 m/s² ആണ് ഗണിത പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം പറഞ്ഞത് ഇങ്ങനെയാണ്, ധ്രുവപ്രദേശത്ത് ജിയുടെ മൂല്യം 9.83 ആണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് വരുമ്പോൾ 9.78 m/s² ആണ്. ഇനി അതിന് നമ്മൾ ശരാശരി ആയിട്ട് എടുക്കും കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. അത് 9.8 m/s² ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്, ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയിലെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം 1/6 ഭാഗമാണ്. അതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക, അതൊക്കെ ചോദിക്കും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നോക്കാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തെ പ്രസ്താവന,
ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ് അഥവാ കോമൺ ബാലൻസ്. ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസും ഉപയോഗിക്കുന്നു. അടുത്തത്, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയിറ്റ് ഇസ്ക്വൽ ടു 9.8 ന്യൂട്ടൺ. അടുത്തത്, കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലമാണ് ആ വസ്തുവിൻ്റെ ഭാരം. അതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആയിരിക്കും. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്, ഭാരത്തിൻ്റെ യൂണിറ്റും ന്യൂട്ടനാണ്. അപ്പോൾ അത് നന്നായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ബലത്തിൻ്റെയും ഭാരത്തിൻ്റെയും യൂണിറ്റ് ന്യൂട്ടനാണ്. ഇനി അടുത്തത്, മാസ് അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ് കോമൺ ബാലൻസ്. മാസ് അളക്കുന്നത് സാധാരണ ത്രാസ് അല്ലെങ്കിൽ കോമൺ ബാലൻസ്. ഇനി ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസ് ഉപയോഗിക്കുന്നു. ഭാരം അളക്കുന്നതിന് സ്പ്രിംഗ് ത്രാസും ഉപയോഗിക്കുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് ശരിക്കും തന്നെ മാറാതെ പഠിച്ചു വയ്ക്കുക. അതൊക്കെ വ്യത്യാസമുണ്ട്. ഓക്കെ. ഇനി 1 കിലോഗ്രാം മാസുള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം വെയിറ്റ് ഇസിക്കൽ ടു 9.8 ന്യൂട്ടൺ. ഇനി അടുത്തത്, കിലോഗ്രാം വെയിറ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റാണ്. കിലോഗ്രാം വെയിറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, കിലോഗ്രാം വെയിറ്റ് എന്ന്. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ പഠിച്ചു വെക്കുക. ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ചോദ്യങ്ങളാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനത്തെ പറയുന്ന പേരെന്ത്? ഉത്തരം, നിർബാധ പതനം. അപ്പോൾ ചോദ്യം കൂടി ശ്രദ്ധിക്കുക. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനത്തെ പറയുന്ന പേരാണ് നിർബാധ പതനം, ഫ്രീ ഫാൾ എന്ന് പറയും. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു പോയിന്റും ശ്രദ്ധിച്ചു വയ്ക്കുക. നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട്. ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ ത്വരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാകില്ല. അപ്പോൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കും. ഇതാണ് നിർബാധ പതനം. നിർബാധ പതനമെന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ ഘർഷണമില്ലാതെ ഗുരുത്വാകർഷണ ബലം കൊണ്ട് മാത്രം ഒരു വസ്തു ഭൂമിയിലേക്ക് പതിക്കണം. വായുവിൻ്റെ ഘർഷണം താരതമ്യേന കുറവായിരിക്കുന്നതിനാൽ അത് നാം പരിഗണിക്കാറില്ല. ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ബാലൻസിൽ നിൽക്കുന്നുവെങ്കിൽ നാം ബാലൻസിൽ ഒരു ബലം പ്രയോഗിക്കുന്നു. ബാലൻസിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലമാണ് ബാലൻസിൽ കാണിക്കുന്ന റീഡിംഗ്. ഇത് പ്രതിബലം എന്ന് പറയുന്നു. ഇതുതന്നെയാണ് സ്പ്രിംഗ് ബാലൻസിൽ റീഡിംഗ് കാണിക്കാനുള്ള കാരണവും. നാം നിൽക്കുന്ന ബാലൻസ് നിർബാധം പതിച്ചാൽ റീഡിംഗ് 0 ആയിരിക്കും. ഈ അവസരത്തിൽ നമ്മളും ത്രാസും ഗുരുത്വാകർഷണ ത്വരണത്താൽ നിർബാധം പതിക്കുന്നത് കൊണ്ട് ത്രാസിന് പ്രതിഫലം തരാൻ കഴിയാത്തതാണ് ഭാരമില്ലായ്മ തോന്നാൻ കാരണം. നാം സ്പർശിക്കുന്ന തറയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് ഭാരമായി അളക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഒന്നാമത്തേത്, കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. രണ്ടാമത്തെ പ്രസ്താവന, വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അടുത്തത്, ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ LDCക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റും കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. അടുത്തത്, വർത്തുളപാതയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ഈ ത്വരണത്തിന് ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം.
ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ഉണ്ട്. അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. വാഹനത്തിൻ്റെ മാസും വേഗവും വളവിൻ്റെ വക്രതയും വാഹനം മറികടക്കാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരപാത വർത്തുളമോ വക്രമോ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി വായിക്കാം. അഭികേന്ദ്ര ബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത്. വാഹനത്തിൻ്റെ മാസും വേഗതയും വളവിൻ്റെ വക്രതയും വാഹനം മറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു. അതുപോലെ തന്നെ അഭികേന്ദ്ര ബലത്തിന് വിധേയമായി സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ സഞ്ചാരപാത വർത്തുളമോ വക്രമോ ആയിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക, നന്നായി തന്നെ പഠിച്ചു വയ്ക്കുക. ഇനിയിവിടെ SCERT തന്നിട്ടുള്ളൊരു പോയിൻ്റാണ് ഗ്രഹങ്ങളും അതുപോലെ ഓരോ ഗ്രഹത്തിൻ്റെ ഗുരുത്വാകർഷണ ത്വരണവും. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ഭൂമിയുടെ ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9.8 ആണ്. അതുപോലെ തന്നെ ബുധൻ്റെ ഗുരുത്വാകർഷണ ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7 ആണ്. ശുക്രൻ്റെ ഗുരുത്വാകർഷണ ത്വരണം 8.9 ആണ്. അപ്പോൾ ഈ ഭൂമിയുടെയും ശുക്രൻ്റെയും പഠിക്കാൻ അതിങ്ങനെ തിരിച്ചിട്ടാൽ മതി. ഭൂമിയുടെ 9.8ഉം ശുക്രൻ്റെ 8.9ഉം അത് മാറാതെ തന്നെ നോക്കുകയും വേണം. അതുപോലെ തന്നെ ചൊവ്വയുടെ ഗുരുത്വാകർഷണ ത്വരണം 3.7 ആണ്. അപ്പോൾ ഇവിടെ ബുധനും ചൊവ്വയും 3.7 ആണ് ഗുരുത്വാകർഷണ ത്വരണം. ഇനി അടുത്തത് വ്യാഴമാണ്. ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ത്വരണമുള്ളത് വ്യാഴത്തിനാണ്. 23.1 ആണ് വ്യാഴത്തിൻ്റെ ഗുരുത്വാകർഷണ ത്വരണം. അടുത്തത് ശനിയുടെ ഗുരുത്വാകർഷണ ത്വരണം 9 ആണ്. അത് യുറാനസിൻ്റെ 8.7 ആണ്. യുറാനസിൻ്റെ ഗുരുത്വാകർഷണ ത്വരണം 8.7 ആണ്. അതുപോലെ നെപ്റ്റ്യൂണിൻ്റെ ഗുരുത്വാകർഷണ ത്വരണം 11 ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ചോദ്യം ഇങ്ങനെയാണ്: ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വെച്ച് മാസും ഭാരവും നിർണ്ണയിച്ച ഒരു വസ്തു ഭൂമിയുടെ ധ്രുവ പ്രദേശത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ പ്രസ്താവന എങ്ങനെയാണ്? മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ. മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കുറവ്. അടുത്ത പ്രസ്താവന മാസും ഭാരവും ഏറ്റവും കൂടുതൽ. ഇനി അടുത്തത് മാസും ഭാരവും ഏറ്റവും കുറവ്. അപ്പോൾ ഇതിലേതാണ് ഉത്തരമായിട്ട് വരുന്നത്? അപ്പോൾ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ മാസ് മാറുന്നില്ല, ഭാരം ഏറ്റവും കൂടുതൽ, അതാണ് ഇവിടെ A ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. ഒരു വസ്തു ആദ്യം ഭൂമധ്യരേഖയിൽ വെച്ചിരിക്കും വിചാരിക്കുക. അതിൻ്റെ മാസും അതുപോലെ തന്നെ അതിൻ്റെ ഭാരം അളന്നു. ഇനി അതിന് ധ്രുവപ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് അളന്നു കഴിഞ്ഞാൽ അതിൻ്റെ മാസിനൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ എന്ത് ചെയ്യും, അതിൻ്റെ ഭാരത്തിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ ബലം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട SCERT എല്ലാ പോയിന്റും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.